ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. നൈറ്റ് സ്കിൻ കെയർ വീഡിയോ ആണ്. ഞാനിപ്പോൾ സ്കിൻ കെയറിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതിന്റെ ഭാഗമായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാസ്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര പ്രോപ്പർ കെയർ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് അതിനോട് ഡെഡിക്കേറ്റഡ് ചെയ്യുന്നില്ല. ആ ഒരു ഫാക്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ശരി, ഇന്ന് ഒരു കുറച്ച് ഡെഡിക്കേഷനോടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ഞാൻ ഫേസ് വാഷ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഈ ഓയിൽ ക്ലിയർ ലെമൺ ഫേസ് വാഷാണ്. ഇതെനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ കാണുന്നത് സിസ്റ്ററിൻ്റെ കാര്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ പണ്ടത്തെ സെബോളിൻ ക്രീമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്മെല്ല് ഒരു നൊസ്റ്റു അടിച്ചു. അതിൻ്റെ റീസൺ കാരണം ഞാൻ അത് വാങ്ങിയത്. സോ ഞാൻ ഇത് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്തതാണ്, എന്നിട്ടാണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടോണർ. സോ എന്നെ അറിയുന്ന എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ ഫേവറേറ്റ് ടോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ നിയാസിനമൈഡ് ടോണറാണ്. സോ അതിന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ആ ടോണർ, എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഇത് ഞാൻ എത്ര ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ലിമിറ്റ് വരെ എനിക്ക് കൗണ്ട് ഉണ്ടായിരുന്നു. ആ ലിമിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കൗണ്ട് ഇല്ല. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പം എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം 3 പേരും പാരലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഓക്കെ, ഇത് ഫേസിൽ ഒന്നൊരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഫേസിൽ അബ്സോർബ് ചെയ്യാൻ സമയം കൊടുക്കുക. ഞാൻ നോർമലി എന്താ ചെയ്യുക, സ്കിൻ കെയർ ചെയ്യുമ്പോൾ ടൈമൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ടോണർ അടിക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വരും. അതിൻ്റെ ഒരു ടോണർ സെറ്റായിട്ടുണ്ടാവും. സോ നമ്മൾ എപ്പോഴും എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഏതൊരു പ്രൊഡക്റ്റായും അതിൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം, ആ ഒരു പ്രൊഡക്റ്റ് സ്കിന്നിലേക്ക് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ആയിട്ടൊന്നുമില്ല, ആവാൻ കുറച്ച് സമയം എടുക്കും നന്നായിട്ട് അബ്സോർബ് ചെയ്തിരുന്നെങ്കിൽ. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ഫേസ് നല്ലപോലെ പിമ്പിൾസ് ഉണ്ടാകും. നിയാസിനമൈഡും റൈസ് വാട്ടർ ആകുമ്പോൾ നിയാസിനമൈഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പിമ്പിൾ ഒക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന സ്കിന്നാണ്, അപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ കുറച്ച് ബ്രൈറ്റനിങ്, നിയാസിനമൈഡ് ഉള്ള കാര്യത്തിൽ ബ്രൈറ്റനിങ് വരും. അതുപോലെ റൈസ് വാട്ടർ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഓക്കെ, സോ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കും. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ അങ്ങനെ നെഗറ്റീവ് റിസൾട്ട് ആരും പറയുന്നത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. സോ നമുക്ക് ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സിറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പ്ലമ്മിൻ്റെ സിറാണ് യൂസ് ചെയ്ത് നമുക്ക് എടുത്തിട്ട് വരാം. ഇതാണ് പ്ലമ്മിൻ്റെ ആ സിറം. ഇതെനിക്ക് ഫ്രീ കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. നെഗറ്റീവ് റിവ്യൂ ചെയ്യാൻ വേണ്ടി വെച്ച സാധനം ഞാനിത്. ഇതെനിക്ക് ഈ ഒരു സിറ എന്നെ മനസ്സിലാക്കി തന്നൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റിന് കുറ്റം പറയുന്നതിന് മുമ്പുണ്ടല്ലോ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരുന്നത് കൂടെ നോക്കണം. എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ ഓക്കെ, ഞാനും വിചാരിച്ചു പ്ലം ഈ പ്രൊഡക്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നപ്പോൾ ഈ പ്രൊഡക്റ്റ് അത്രയ്ക്ക് നല്ലതല്ല, വാവ് ഫാക്ടറുള്ള പ്രൊഡക്റ്റ് അല്ലാത്ത കാരണമാണ് അവർ ഈ ഫുൾ സൈസ് ബോട്ടിൽ എനിക്ക് സെയിൽ ഉണ്ടായ സമയത്ത് ഫ്രീ തന്നതെന്നൊക്കെ വിചാരിച്ചു. ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. എനിക്ക് നല്ലപോലെ ടാനൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഞാൻ നൈറ്റ് ഇതാണ് യൂസ് ചെയ്യുക. ഇതെനിക്ക് ഹൈലോണിക് ആസിഡ് അതുപോലെ ആൽഫ ആർബ്യൂട്ടിനൊക്കെ ഉള്ള കാരണം ഫീഡ്സ് ടാന്, കൺട്രോൾ മെലാനിൻ പ്രൊഡക്ഷൻ അത് നമുക്കൊന്ന് ബ്രൈറ്റൻ ആക്കും. അതുപോലെ തന്നെ ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യും. ഒറ്റ യൂസിലില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ആരും ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒറ്റ ഫസ്റ്റ് യൂസിൽ മാജിക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാണരുത്. കാരണം ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്ട്സാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ഓവർനൈറ്റിൽ റിസൾട്ട് തരുന്ന പ്രൊഡക്ട്സ് ഒന്നും അല്ല. പിന്നെ എനിക്ക് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ കുറച്ച് പേടിയാണ്. കാരണം നമ്മുടെ ഈ കിഡ്നി അടിച്ചു പോകുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുക. കാരണം അങ്ങനെ അത്ര ഓവർനൈറ്റിൽ റിസൾട്ട് തരിക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു നെഗറ്റീവ് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിക്ക് ഒരു കോൺഷ്യസ്നെസ് കാരണം ഞാൻ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പം ഉണ്ടോന്ന് പോലും എനിക്കറിയാറില്ല, ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാത്ത കാരണം എനിക്കറിയില്ല. സോ എനിക്ക് കംഫർട്ടബിൾ ആയുള്ള ഒരു ആവറേജ് പ്രൈസിങ്ങിലുള്ള നല്ല റിസൾട്ട് തരുന്ന ട്രസ്റ്റബിൾ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ട്രസ്റ്റ് ക്രിയേറ്റ് ആയുള്ള പ്രൊഡക്ട്സ് മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാറുള്ളൂ. സോ ദിസ് ഈസ് ദ തേർഡ് വൺ, മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ കെ പ്ലസ് റെറ്റിനോൾ 0% അണ്ടർ ഐ ക്രീമാണ്. അപ്പോൾ നമ്മൾ സെറം അപ്ലൈ ചെയ്തു.
അതിനുശേഷം ഓക്കെ കുറച്ച് മതി കേട്ടോ. ഈ ഒരു ട്യൂബിന് എത്രയാണ് 399 499 ഉണ്ട് ഈ ഒരു ട്യൂബിന്. പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. എൻ്റെ സിസ്റ്ററുടെയും സ്കിന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഇലാസ്റ്റിസിറ്റി ഉള്ള സ്കിന്നാണ്. അവളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചുളിവൊക്കെ വരുന്ന സ്കിന്നാണ്. പിന്നെ അവൾക്ക് വർക്ക് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഹെക്റ്റിക് ആയിരിക്കുന്നത്. അതിലും ഭേദം നമ്മൾ വേറെ വല്ല കമ്പനിയിലും വർക്കിന് പോവുക. സോ അതുപോലെ തന്നെ ഹോസ്റ്റൽ ലൈഫൊക്കെ ആയിട്ട് വല്ലാതെ കല്യാണത്തിന് മുമ്പ് വല്ലാതെ ചുളിവും കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഈ സ്കിൻ കെയർ ആണ് അവൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തത്. ഞാൻ എൻ്റെ സിസ്റ്ററാണ്, അവൾ എനിക്കെതിരെ സംസാരിക്കില്ല, ആ ഒരു കോൺഫിഡൻസിൽ പറയല്ല കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, സിൻസിയറായിട്ട് പറയുന്ന ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തു. പിന്നെ നമ്മളിപ്പോൾ സെറം ടോണർ ഫേസ് വാഷ് ചെയ്തു, ടോണർ ഇട്ടു, അതിനുശേഷം സെറം അപ്ലൈ ചെയ്തു, അണ്ടർ ഐ ക്രീം ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാണ് ഇടാൻ പോകുന്നത്. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് പോൺസിൻ്റെ ഹൈഡ്രാ മിറാക്കിൾ ഹൈലറോണിക് ആസിഡ് സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ്. നമ്മുടെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ചെറിയ ബോട്ടിൽ അമ്മയ്ക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വലിയ ബോട്ടിലാണ്. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞ് വന്നിട്ട് ആ പെട്ടി അങ്ങനെ വെച്ചിരിക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല. കാരണം എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ അതിലിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് ചെയ്യുന്നത് മൊത്തം ഞാൻ അമ്മ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. സോ അതാണ് നമ്മുടെ പെട്ടിയായ കാരണം നമ്മുടെ പൊട്ടിരിക്കുന്നത്. ഇവിടെ ഒരാൾ വീഡിയോയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യണോ, ഞാൻ സംസാരിക്കാൻ വരണോ എന്ന് പറഞ്ഞപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ അലമ്പാവെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അവൾക്കുള്ള ടെൻഡൻസിയാണ് ഈ വീഡിയോ വോയിസ് ഓവർ അല്ല ചെയ്യും, ഡയറക്റ്റ് സംസാരിക്കില്ല. അതിൻ്റെ ഇടയിൽ കയറി അവൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോകും, നോയ്സ് ക്രിയേറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നുള്ള ഈ ഒരു ഡയലോഗ് അടിച്ചിട്ട് പോകും. ഇപ്പോൾ അവിടെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ മിനിമലിസ്റ്റിൻ്റെ തന്നെ ലിപ് ബാമാണ്, ലിപ് ലൈറ്റനിങ് ലിപ് ബാമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറേ ആയി വാങ്ങിയിട്ട് അതൊരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് കളറിൽ നിന്ന് ഇപ്പോൾ ഒരു യെല്ലോ ഒരു ആ കളറായി, അതായത് കേടായിരുന്നത്. അതൊക്കെ ഞാനിപ്പോൾ അത് നിർത്തി. പിന്നെ അതൊരു ലിപ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 399 400 റുപ്പീസാണ്. അപ്പോൾ ഞാൻ രണ്ടാമതൊരു പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ ഇതെനിക്ക് ഇൻസൈറ്റിൻ്റെ ഫ്രീ കിട്ടിയൊരു ലിപ് ബാമാണ്. പിന്നെ നൈക്കിൽ നിന്ന് ഞാൻ വാങ്ങിയ ലിപ് ബാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തീരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ലിപ്സ്റ്റിക്കിൻ്റെ മേലെടുത്ത് ലിപ് ബാം ഇട്ടിരിക്കുന്നത്. ഞാൻ വീഡിയോയ്ക്ക് നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ലിപ്പ് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ലിപ്പാണ്. അപ്പോൾ വീഡിയോയ്ക്ക് നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് സംടൈംസ് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ലിപ് ബാം ഇടുന്ന പോലെ ആവും ചെയ്തു. ഇനി വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് കംപ്ലീറ്റ്ലി പോകും. അതിനുശേഷം വീണ്ടും ലിപ് ബാം ഇടും. സോ ഇത്രയൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ, നൈറ്റ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലൊരു പ്രൊഡക്റ്റും കൊളാബറേഷനോ അല്ലെങ്കിൽ പ്രൊമോഷനോ ഒന്നുമല്ല. ഇതൊക്കെ ഞാൻ എൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയ, എൻ്റെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിയ പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെയൊക്കെ എൻ്റെ സിൻസിയർ റിവ്യൂ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് ഈ ലിപ് ബാം ആണെങ്കിൽ തീരാറായി. ഓക്കെ, അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും തീരാറായ പ്രൊഡക്ട്സാണ്, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് കാരണം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൊരു നൈറ്റ് സ്കിൻ കെയർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.